സഹകാരി റൈസ് പ്ലസിൻ്റെ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അതിൽ 1071 ബാർ അല്ലെങ്കിൽ -51 2025 നടന്ന ചോദ്യമാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പറയുന്ന അഡീഷണൽ ഫാക്ട്സ് ഒന്ന് എഴുതിയെടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. വരുന്ന എക്സാമ്പിൾസിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പറയുന്നതിനുള്ള ഉത്തരങ്ങൾ എഴുതുക. ചോദ്യങ്ങൾ എഴുതി തന്നെ ഉത്തരങ്ങൾ എഴുതണം. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങളും കൂടെ ആഡ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. കുറച്ചും കൂടെ എക്സാമ്പിൾസ് നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ക്ലാസ് അങ്ങ് വലിച്ചു നീട്ടാതിരിക്കാനാണ് നമ്മൾ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു 4-5 എക്സാമ്പിൾസ് പറയുന്നു. അതൊന്ന് മനസ്സിലാക്കുന്നു. PYQ ആണ്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ അന്ന് ചെയ്യുക. ആ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ക്ലാസ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ആ കഴിഞ്ഞതിന് ശേഷം അത്തരം ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തു നോക്കുന്നത് നല്ലതാണ്. ചോദ്യങ്ങൾ നോക്കിയേ. അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഐഡന്റിഫൈ ദ കറക്റ്റ് ടെൻസ് ഫ്രം ടെൻസ് ഫോം. താഴെ തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള ടെൻസ് ഫോം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഇഫ് ഹി ഡാഷ് ഹാർഡർ ഹി വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ. സ്റ്റഡീസ് ഓപ്ഷനിലുണ്ട്, അതുപോലെ സ്റ്റഡീഡ് ഉണ്ട്, ഹാഡ് സ്റ്റഡീഡ് ഉണ്ട്, അതുപോലെ വാസ് സ്റ്റഡിയിങ് ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അപ്പോൾ നോക്കിക്കോണേ, മെയിൻ ക്ലോസിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസിൻ്റെ ഭാഗം. അതായത് ദാ ഇവിടെ വരുന്നത് ഹാഡ് പ്ലസ് അല്ലെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 വന്നാൽ ഇവിടെ ഏത് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 പറഞ്ഞാൽ ഇവിടെ ഏത് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്? സി ഓപ്ഷൻ, ഹാഡ് സ്റ്റഡീഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഹാഡ് സ്റ്റഡീഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇഫ് ക്ലോസ് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇങ്ങനെയാണെങ്കിൽ ഇഫ് ക്ലോസിൻ്റെ 3 റൂൾ ഒന്ന് പഠിച്ചേ. ഒന്നാമത്തെ റൂൾ എങ്ങനെയാണ്? ഇഫ് പ്ലസ് V1 ഓർ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. എസ് എന്ന് പറഞ്ഞാൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് എന്നാണ്. അല്ലെങ്കിൽ ഡു വരാം, ഡസ് വരാം. അല്ലെങ്കിൽ ഏതൊക്കെ വരാം? ഡു വരാം, ഡസ് വരാം, ഈസ് ആം ആറ്, അതുപോലെ ഹാസ് വരാം, ഹാവ് വരാം. അതും കൂടെ ഒന്ന് എഴുതിക്കോണേ. ഹാസ് അല്ലെങ്കിൽ ഹാവ് വരാം. ഏതൊക്കെ വരാം? ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 മാത്രം വരാം. V1 എന്ന് പറഞ്ഞാൽ വാക്ക്, ഈറ്റ്, സ്ലീപ്പ്, സിങ്, ഡാൻസ് ഇങ്ങനെയുള്ള രൂപങ്ങൾ. എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരാം. എസ്സിൽ അവസാനിക്കുന്ന വെർബ് എന്ന് പറഞ്ഞാൽ വാക്സ്, ഈറ്റ്സ്, സിങ്സ്, ഡാൻസസ് ഇങ്ങനെയുള്ള വെർബുകൾ വരാം. അല്ലെങ്കിൽ ഡു വരാം, ഡു എന്ന ഓക്സിലറി വരാം, ഡസ് എന്ന ഓക്സിലറി വരാം, ഈസ്, ആം, ആർ, ഹാസ്, ഹാവ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരണം. ഒന്നാമത്തെ റൂള് ഇല്ലേ? ഹാസ്, ഹാവ് വന്നാലും V പ്ലസ് V1. അടുത്ത് നോക്കിയാൽ ഇഫിൻ്റെ രണ്ടാമത്തെ റൂളാണ് ഇഫ് കഴിഞ്ഞിട്ട് V2 വരാം. ഇഫ് കഴിഞ്ഞിട്ട് ഏതൊക്കെ വരാം? V2 വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം, അല്ലെങ്കിൽ വാസ്, അല്ലെങ്കിൽ വേർ. V2, ഡിഡ്, വാസ് ഓർ വേർ വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അപ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V2 വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം, വാസ് അല്ലെങ്കിൽ വേർ വരാം. വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏതാ? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. മറക്കരുത്. മൂന്നാമത്തെ റൂൾ ഇതാണ്. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് കിടക്കുന്നതെങ്കിൽ, ഹാഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് V3 ഫോമിലെ വെർബാണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം പ്ലസ് ഹാവ് പ്ലസ് V3. 3 റൂള് സെറ്റാണേ. ക്ലിയർ ആയോ? ഈ ഹാഡിൻ്റെ ഒരു 2 എക്സെപ്ഷൻ കൂടെ പഠിച്ചാൽ സംഗതി തീരും. ഹാഡിൻ്റെ 2 എക്സെപ്ഷൻ കേസും കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സംഗതി അങ്ങ് തീരും. നോക്കിയാൽ ഒന്ന് പറഞ്ഞേ. നമ്മളിവിടെ പറഞ്ഞ ഹാഡ് പ്ലസ് V3 ആണ്. എന്നാൽ ഹാഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണാണ് കിടക്കുന്നതെങ്കിൽ, നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദങ്ങൾ. മണി ഒരു നൗണാണ്, ടൈം ഒരു നൗണാണ്, മില്ലേനിയർ ഒരു നൗണാണ്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നിട്ടുണ്ട് പരീക്ഷയിൽ. അപ്പം ഇതിലേതെങ്കിലും നൗണാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതുക. രണ്ടാമത്തെ റൂൾ ഏതാ? ഇതായി കിടക്കുന്നത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 എഴുതണം. കാരണവും കൂടെ ഒന്ന് മനസ്സിലാക്കിയേ. ഹാഡ് കഴിഞ്ഞിട്ട് വെർബ് ഇല്ലാത്തത് കൊണ്ട് ഈ ഹാഡിനെ V2 ഫോമിൽ വെർബായി കരുതുന്നു.
V2 ഫോമിൽ വെർബായി കരുതും. V2 വരുന്നുണ്ട്, മറുഭാഗത്ത് ഉഡ്, ഷുഡ്, ഗുഡ്, മൈറ്റ് പ്ലസ് V1. ഒരു എക്സെപ്ഷനും കൂടെ പഠിക്കുക. രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്തൊരു നൗണ് കിടക്കുന്നതെങ്കിൽ മറുഭാഗത്ത് ഉത്തരമായിട്ട് വരുന്ന ഏതാ? ഉഡ് വരാം. ഉഡ്, അതായത് മൂന്നാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതാം. ഏത് മൂന്നാമത്തെ റൂൾ? ഏതാ മൂന്നാമത്തെ? ഉഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഉഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞേ. രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് നൗൺ വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഉഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഏതെഴുതണം? ഉഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. കാരണവും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേ. രണ്ട് ഹാഡ് കഴിഞ്ഞിട്ട് നൗൺ വരുന്നുണ്ട്. ഒരു ഹാഡിനെ ഓക്സിലറി ആയും ഒരു ഹാഡിനെ മെയിൻ വെർബായിട്ടും കരുതുന്നു. അപ്പോൾ മൂന്നാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതാം. ക്ലിയർ ആണല്ലോ? ആദ്യത്തെ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ റൂളാണ്. ആ ടോപ്പിക്ക് ഫുള്ളാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. എക്സാമ്പിൾസ് നോക്കിയേ. നിങ്ങൾ ഇതിന് ഉത്തരങ്ങൾ പറഞ്ഞു നോക്കിയേ. ഇഫ് യു വർക്ക് ഹാർഡ് യു ഡാഷ്. കണ്ടല്ലോ ഇവിടെ വർക്ക് ഹാർഡ് കണ്ടല്ലോ. ഇഫ് യു വർക്ക് ഹാർഡ്, വർക്ക് എന്ന് പറഞ്ഞാൽ V1 ആണ്. V1 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത് പറഞ്ഞു? വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? വിൽ പാസ് ഉണ്ട്, വുഡ് പാസ് ഉണ്ട്, വുഡ് ഹാവ് പാസ്ഡ് ഉണ്ട്, വുഡ് ഹാവ് പാസ് ഉണ്ട്. ഏതാ? വിൽ പാസ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം, മറ്റൊരു ചോദ്യം നോക്കിയേ. ഇഫ് യു ടേക്ക് റെസ്റ്റ് യുവർ ഹെൽത്ത് ഡാഷ്. വുഡ് ഇംപ്രൂവ് ഓപ്ഷനിലുണ്ട്, വിൽ ഇംപ്രൂവ് ഓപ്ഷനിലുണ്ട്, അതുപോലെ വുഡ് ഹാവ് ഇംപ്രൂവ്ഡ് ഓപ്ഷനിലുണ്ട്, നണ്ണുണ്ട്. നമുക്ക് ടേക്ക് എന്ന് പറയുന്നത് V1 ആണ്. V1 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏതാ? വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1. ഓപ്ഷൻ ഏതാ? വിൽ ഇംപ്രൂവ് ഉത്തരമായിട്ട് വരുന്നു. നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. അടുത്ത ചോദ്യം നോക്കിയേ. കാരണം ഇത് ഈ ക്ലാസ് കാണാത്ത കുട്ടികളാണെങ്കിലും ആദ്യമായിട്ട് ടോപ്പിക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുന്ന കുട്ടിക്കും കിട്ടണം. അതാണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ, ചോദ്യം നോക്കിയേ. ഹി കുഡ് ഗെറ്റ് ദ ജോബ് ഇഫ് ഹി ഡാഷ്. ഹി കുഡ് ഗെറ്റ് ദ ജോബ് ഇഫ് ഹി ഡാഷ്. കണ്ടല്ലോ. അപ്പൊ ഇഫ് വരുന്ന ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത്. മറുഭാഗം തന്നു. കുഡ് ഗെറ്റ് എന്നാണ് കിടക്കുന്നത്. അപ്പൊ കുഡ് പ്ലസ് V1 വന്നു. അപ്പോൾ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 പറയെങ്കിൽ ഇഫിന്റെ ഭാഗത്ത് ഏത് പറഞ്ഞാൽ V2 വരാം. അല്ല എങ്കിൽ ഡിഡ്, വാസ്, വേർ. നമുക്ക് ഡിഡും വാസും വേറും ഓപ്ഷനിലില്ല. V2 ഉണ്ടാന്ന് നോക്കിയാൽ V2 ഏതാ? ടയേർഡ് ഓപ്ഷനിൽ കിടപ്പുണ്ട്. ഹാഡ് ടയേർഡ് വരൂല. ടയേർഡ്, വിൽ, ദേ, അതേപോലെ വിൽ, ട്രൈ എന്നൊക്കെ കിടക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഏത് വരുന്നു? ട്രൈഡ്. ടയേർഡ് അല്ല, ട്രൈഡ് ആണ് കേട്ടോ. ട്രൈഡ്. അപ്പം ഏത് വരുന്നു? ട്രൈഡ്. എന്ത് ചെയ്യുന്നു? സോറി, ട്രൈഡ്, TRIED, ട്രൈഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പം നമുക്ക് ഇഫ് ഹി ട്രൈഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. വുഡ് ട്രൈ ഒന്നും വരില്ല, ട്രൈഡ് ആണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു ഡാഷ്. കണ്ടല്ലോ, യു ഡാഷ് ദ എക്സാം. ഇവിടെ ഹാഡ് പ്ലസ് V3 ആണ് കിടക്കുന്നത്. മറുഭാഗത്ത് ഏത് പറഞ്ഞാൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 വരണം. ഏതാ ഓപ്ഷൻ? വുഡ് ഹാവ് പാസ്ഡ് അവിടെ ഉത്തരമായിട്ട് വരും. വുഡ് ഹാവ് പാസ്ഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ചോദ്യം നോക്കിയേ. ഹി വുഡ് ബൈ എ കാർ ഇഫ് ഹി ഡാഷ് മണി. കണ്ടല്ലോ, വുഡ് ബൈ ആണ് കിടക്കുന്നത്. വുഡ് ബൈ എന്ന് പറഞ്ഞാൽ ഏതാ വന്നിരിക്കുന്നത്? നമുക്ക് മറുഭാഗത്ത് ഏത് വരാമെന്ന് പഠിച്ചു നമ്മള്. V2 വരാം, അല്ല എങ്കിൽ വാസോർ വേർ വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം. നമുക്ക് അത്തരത്തിലുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ഹാഡിന്റെ ഒരു എക്സെപ്ഷൻ പഠിച്ച് ഓർമ്മയുണ്ട്. രണ്ടാമത്തെ റൂൾ വരുന്നത് ഹാഡ് പ്ലസ് നൗൺ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏത് എഴുതാം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരാം. ഇവിടെ മണി എന്ന് പറയുന്ന നൗൺ വന്നിട്ടുണ്ട്. അപ്പൊ ഹാഡും കൂടെ ചേർത്താൽ മതി. ഹാഡ് മണി അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഹാഡ് പ്ലസ് നൗൺ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരാം. പഠിച്ചതല്ലേ? അപ്പൊ ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷനാണ്. ക്ലിയർ ആണോ? ഒന്നാമത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യവും. രണ്ടാമത്തെ നിങ്ങൾക്കുള്ള ചോദ്യം ഇങ്ങനെയായിരുന്നു. ഹി ഈസ് ഡാഷ് അതോറിറ്റി ഓൺ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി. കണ്ടല്ലോ, ചോദ്യം ഇങ്ങനെയായിരുന്നു. എ ഉണ്ട്, ആൻ ഉണ്ട്, ദായുണ്ട്, നോ ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരുന്നത്. അപ്പം നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചതാണ്. എ, ആൻ, ദിയുടെ മൂന്നിൻ്റെ ഉപയോഗവും ആർട്ടിക്കിൾ വേണ്ടാത്ത കണ്ടീഷനും പഠിച്ചതാണ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. അതോറിറ്റിക്ക് മുന്നിൽ എന്ത് ചേർക്കും? നമ്മൾ പറഞ്ഞു ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ആ മുതൽ
വരെയുള്ള ഏതെങ്കിലും മലയാള അക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ഉച്ചാരണം തുടങ്ങുന്നത് മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണെങ്കിൽ എന്ത് ചേർക്കുക? ആൻ ചേർക്കുക. അങ്ങനെ അല്ല എങ്കിൽ എ ചേർത്ത് പറയാം. സ്വരാക്ഷരത്തിലല്ലെങ്കിൽ എ ചേർക്കാം, സ്വരാക്ഷരത്തിലാണെങ്കിൽ ആൻ ചേർക്കാം എന്നാണ് പറഞ്ഞത്. അതോറിറ്റി കണ്ടല്ലോ, ആയിലാണ് ഉച്ചരിച്ചത്, അതുകൊണ്ട് ആൻ അതോറിറ്റി. ഏതാ ഓപ്ഷൻ? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ബി ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ആൻ അതോറിറ്റി അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇല്ലേ? എയും ആനും നമ്മൾ പറഞ്ഞു മനസ്സിലായല്ലോ. ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിൽ ഉച്ചാരണം തുടങ്ങിയാൽ ആൻ ചേർക്കാം, അങ്ങനെ അല്ലെങ്കിൽ എ ചേർക്കാം. നിങ്ങൾ ചോദ്യങ്ങൾ വായിച്ചിട്ട് ഉത്തരം എന്ന് പറഞ്ഞു നോക്കിയേ. ഓപ്ഷൻ തരേണ്ട കാര്യമില്ല, എന്നാലും തന്നിട്ടുണ്ട്. നോക്ക്, ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. യുനാനിമസ് എന്നാണ് ഉച്ചരിക്കുന്നത്. യുനാനിമസ് യുയിലാണ്. ഇപ്പൊ യു എന്ന് പറയുന്ന സ്വരാക്ഷരമാണോ? അല്ല. അതുകൊണ്ട് എന്ത് ചേർത്ത് കുറയ്ക്കാം? എ യുനാനിമസ്. ഇവിടെ ആൻ ആണ്. എ യുനാനിമസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഐ മെറ്റ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്ലെയർ. നിങ്ങൾ ഇംഗ്ലീഷ് അക്ഷരം നോക്കരുത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കുക. ഉച്ചാരണം സ്വരാക്ഷരം, മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണെങ്കിൽ ആൻ അല്ലെങ്കിൽ എ ചേർക്കാം. നമുക്ക് യൂണിവേഴ്സിറ്റി യായിലാണ് ഉച്ചരിക്കുന്നത്. യൂണിവേഴ്സിറ്റി, യു എന്ന് പറയുന്ന സ്വരാക്ഷരമല്ല, അതുകൊണ്ട് എ ചേർത്ത് പറയാം. എ യൂണിവേഴ്സിറ്റിയോട് ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ. ഐ ഹാഡ് മെറ്റ് ഹിം ഡാഷ് ഇയർ എഗോ. കണ്ടല്ലോ, ഇയർ. നോക്ക്, ഇയർ എന്ന് പറയുന്ന യായിലാണ്. നമ്മൾ ഇയർ ഇത് എഴുതരുത് കേട്ടാ, ഇത് തെറ്റാണ്. ഇതാണ് ശരി. ഇപ്പൊ എ ഇയർ എന്നാണ് അവിടെ വരുന്നത്. എ ഉത്തരമായിട്ട് വരുന്നു. എ ഇയർ. ഇവിടെ ഓർമ്മയിലിരിക്കണം, ഇയറിന് മുന്നിൽ എ ആണ്, യായിലാണ് ഉച്ചരിക്കുന്നത്. ഇ എന്നല്ലതാ, അല്ല, ഇ എന്ന അക്ഷരത്തിലല്ല. അടുത്ത് നോക്കി. യെസ്റ്റർഡേ ഐ മെറ്റ് ഡാഷ് ഓൾഡ് മാൻ. നോക്ക്, ഓ ഉച്ചാരണം ഓയിലാണ് ഉച്ചരിക്കുന്നത്. ഓ എന്ന് പറയുന്ന സ്വരാക്ഷരമാണ്, അതുകൊണ്ട് ഇവിടെ ആൻ ചേർക്കാം. ആൻ ഓൾഡ്. ഇനിയല്ല, ആൻ ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? ആൻ ഓൾഡ് മാൻ. യെസ്റ്റർഡേ ഐ മെറ്റ് ആൻ ഓൾഡ് മാൻ. ഓക്കെ, ചോദ്യം നോക്കിയേ. ഐ ഗോട്ട് ഡാഷ് ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു ലണ്ടൻ. നോക്ക്, ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ ഓപ്പർച്യൂണിറ്റി ഓയിലാണ് ഉച്ചരിക്കുന്നത്. ഓപ്ഷനിൽ എ ഉണ്ട്, അതേപോലെ ദായുണ്ട്, എനിയല്ല, ആൻ ഉണ്ട്, നണ്ണുണ്ട്. ഏത് ഉത്തരമായിട്ട് വരുന്നത്? ആൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ആൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു ലണ്ടൻ. ക്ലിയർ ആണോ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. നിങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. ഐഡന്റിഫൈ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഉചിതമായിട്ടുള്ള പ്രിപ്പോസിഷൻ ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദ പ്രിൻസിപ്പൽ ഇൻസിസ്റ്റഡ് ഡാഷ് അറ്റൻഡിങ് ദ സെമിനാർ. ഓണുണ്ട്, ഫോറുണ്ട്, അറ്റുണ്ട്, എബൌട്ട് ഉണ്ട്. ഏതാ? ഓക്കെ, ഇൻസിസ്റ്റഡ് എന്ന വാക്കിനോടൊപ്പം ചേരുന്ന ഓണാണ്. നമ്മൾ പ്രിപ്പോസിഷനിൽ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ജെറണ്ടിലും പഠിച്ചതാണ്. ഇൻസിസ്റ്റഡ് എന്ന വാക്കും ഓൺ എന്ന പ്രിപ്പോസിഷനും, ഇല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചത് എങ്ങനെയാ? ഓൺ എവിടെയൊക്കെ ഉപയോഗിക്കും? ഒന്നിനു മുകളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഓൺ ഉപയോഗിക്കുന്നു. ഒരു വസ്തുവിന് മുകളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മുകളിൽ ഇരിക്കുന്നു, മുകളിൽ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഓൺ ഉപയോഗിക്കുന്നു. രണ്ടാമത്തേതാ, തീയതിക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? ഓൺ ഉപയോഗിച്ച് പറയാം. തീയതികൾക്ക് മുന്നിൽ ഓൺ ഉപയോഗിക്കാം. അതുപോലെ ആഴ്ചകളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? ഓൺ ഉപയോഗിക്കാം. ആഴ്ചകളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? ഓൺ ഉപയോഗിച്ചിട്ട് പറയാം. ആഴ്ചകളുടെ പേരിന് മുന്നിൽ ഓൺ ചേർക്കാം, ആഴ്ച. അതേപോലെ എന്ത് ചെയ്യുന്നു? പിന്നെ അതേപോലെ ഓപ്പൺ പ്ലേസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഓൺ ചേർത്ത് പറയാം. ഓപ്പൺ പ്ലേസ് ജോലി സ്ഥലമാക്കിയാൽ ഓൺ ചേർത്തിട്ട് പറയാം. ഓൺ ആൻ എസ്റ്റേറ്റ്, ഓൺ എ ഫീൽഡ്, ഓൺ റോഡ് സൈഡ്, ഇങ്ങനെയുള്ള ഓപ്പൺ പ്ലേസുകൾ ജോലി സ്ഥലമാക്കിയാൽ ഓൺ ചേർക്കാം. അതുപോലെ ഡോറില്ലാത്ത വാഹനങ്ങളിൽ യാത്ര ചെയ്താൽ ഓൺ ചേർത്തിട്ട് പറയാം. ഓൺ എ ബൈക്ക്, ഓൺ എ ബൈസൈക്കിള്, ഓൺ ഫൂട്ട്, ഓൺ ആൻ എലിഫന്റ്, ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് പറയാം. ഓൺ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഒരു കോഡ് വെച്ച് നമ്മൾ പഠിച്ചല്ലോ. ഏതായിരുന്നു? അബി LR. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അബി LR പ്ലസ് ഓൺ, ഇങ്ങനെയല്ലേ പഠിച്ചത്? അബി LR പ്ലസ് ഓൺ. എയിൽ വരുന്ന വാക്ക് ഏതാ? അറ്റൻഷൻ, അറ്റാക്ക് എന്നാണ് കേട്ടാ. അറ്റൻഷൻ, അതുപോലെ അറ്റാക്ക്, അറ്റൻഷൻ അറ്റാക്ക്. ബിയിൽ വരുന്ന വാക്കാണ് ബേസ്ഡ്, ബെന്റ്. ഐയിൽ വരുന്ന വാക്കാണ് ഇന്റന്റ്, ഇൻസിസ്റ്റ്. ഇതാ കിടക്കുന്നു, ഇൻസിസ്റ്റ്, ഇന്റന്റ്, ഇൻസിസ്റ്റ്.
എല്ലിൽ വരുന്ന വാക്കാണ് ലെക്ചർ. എല്ലിൽ വരുന്ന വാക്ക് ലെക്ചർ. ആറിൽ വരുന്ന വാക്കാണ് റിലേ റിപ്പോർട്ട്. റിലേ റിപ്പോർട്ട്. റിലേ റിപ്പോർട്ട്. ആറിൽ വരുന്ന വാക്ക് റിലേ റിപ്പോർട്ട്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? ഓണ് ചേർത്തിട്ട് പറയാം. ഏതൊക്കെയാ വാക്കുകള്? അറ്റൻഷൻ, അറ്റാക്ക്, ബേസ്ഡ്, ബെൻഡ്, ഇൻറ്റന്റ്, ഇൻസിസ്റ്റ്, ലെക്ചർ, റിലേ റിപ്പോർട്ട്. ഇതിൽ ഇൻസിസ്റ്റഡ് എന്ത് ചെയ്യുന്നു? ഇൻറ്റന്റ്, ഇൻസിസ്റ്റ്, കീന്. ഇൻറ്റന്റ് അതുപോലെ ഇൻസിസ്റ്റ്, കീന്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ തുടർന്ന് ഓൺ പ്ലസ് ING ഉത്തരമായിട്ട് വരും. ജെറണ്ട് ടോപ്പിക് പഠിച്ചത് ഓർമ്മയുണ്ട? ഇൻറ്റന്റ്, ഇൻസിസ്റ്റ്, കീൻ കഴിഞ്ഞാൽ ഓൺ പ്ലസ് ING അവിടെ ഉത്തരമായിട്ട് വരും. ജെറണ്ടിൽ പഠിച്ചതാണ്. ഇതാ ഇൻസിസ്റ്റഡ്, അറ്റൻഡിങ് കിടപ്പുണ്ട്. ഇവിടെ ഓണാണ് ഉത്തരം. ഓൺ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണോ? വളരെ എളുപ്പമാണ് ചോദ്യം, നമ്മളെല്ലാം പഠിച്ചതാണ്. നിങ്ങൾ അതിനൊന്ന് പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ദ ടീച്ചർ കൺഗ്രാജുലേറ്റഡ് ദ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ദ സ്റ്റുഡൻറ് ഡാഷ് ഹിസ് സക്സസ്. അറ്റുണ്ട്, ഓണുണ്ട്, ഫോറുണ്ട്, ഇന്നുണ്ട്. ഏതാ? കൺഗ്രാജുലേറ്റഡ് എന്ന വാക്കിനോടൊപ്പം ഓൺ ഹിസ് സക്സസ് പറയുള്ളൂ. ഓൺ ഹിസ് സക്സസ്. അടുത്ത ചോദ്യം നോക്കിയേ. ഡോണ്ട് പുട്ട് യുവർ ഫീറ്റ് ഡാഷ് ദ ടേബിള്. ഓണുണ്ട്, ഇന്നുണ്ട്, അറ്റുണ്ട്, ഓവറുണ്ട്. ഒന്നിന് മുകളിൽ എന്ന അർത്ഥത്തിൽ ഏത് ചേർത്ത് പറയുന്നു? ഓൺ ദ ടേബിൾ പറയുന്നു. എന്ത് ചെയ്യുന്നോടെ? മുകളിൽ എന്ന അർത്ഥത്തിൽ ഓൺ പറയുന്നു. നോക്കിയ ചോദ്യം. ഷീ ഗോസ് ടു ഡാഷ് അല്ലെങ്കിൽ ഷീ ഗോസ് ടു സ്കൂള് ഡാഷ് ഫുട്ട്. നമ്മൾ പറഞ്ഞു ഡോറില്ലാത്ത വാഹനം എന്ത് ചെയ്യുന്നോടെ? ഫൂട്ടിന് മുന്നിലേക്ക് ഓണ്. ഫൂട്ട് കാൽനടയായി പോകുന്നു. ഓൺ ചേർത്തിട്ട് പറയുക. നമ്മൾ ഡോറില്ലാത്ത വാഹനങ്ങൾക്ക് മുന്നിൽ ഓൺ ചേർക്കാന്നൊക്കെ പറഞ്ഞു ഇല്ലേ? ഓൺ ചേർത്തിട്ട് പറയാം. അപ്പം നിങ്ങൾ ചോദിക്കും നടന്നു പോകണത് എന്ത് ഡോറെന്ന് ഇല്ലേ? അപ്പോൾ നമ്മളൊരു പഠിക്കാൻ വേണ്ടിയിട്ട് പറയണേ. ഇപ്പോൾ ബൈക്കിന് ഡോറില്ല, ബസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഏതിന് സ്കൂട്ടറിന് ഡോറില്ല, ആനയുടെ മണ്ടയ്ക്കാണ് യാത്ര ചെയ്യുന്നത്, ഡോറില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. കാൽനടയായിട്ടാണ് പോകുന്നത്, ഡോറില്ല. അപ്പോൾ ഓൺ ചേർത്തിട്ട് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഫൂട്ടിന് മുന്നിൽ ഓൺ ചേർക്കണം. മൃഗങ്ങൾക്ക് മുകളിൽ സഞ്ചാരമാർഗമാക്കിയാൽ ഓൺ ചേർക്കണം. 2 വീലേഴ്സിന് പേരിൽ മുന്നിൽ ഓൺ ചേർക്കണം. ഇങ്ങനെ പ്രത്യേകിച്ച് പഠിക്കണം. അതിന് വരെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് പഠിക്കുക. അടുത്ത് നോക്കിയേ. ഐ ട്രാവൽഡ് ഡാഷ് ബസ്. നോക്കിയാണ്. എന്നാൽ ഡോറുള്ള വാഹനങ്ങൾക്ക് മുന്നിൽ നമ്മൾക്ക് എന്ത് ചേർത്ത് പറയാം? ബൈ ചേർത്താണ് പറയുന്നത്. ഡോറുള്ള വാഹനങ്ങൾക്ക് മുന്നിൽ എന്ത് ചേർക്കണം? ബൈ. ഐ എന്ത് ചെയ്യുന്നുണ്ട്? ഹി അല്ലെങ്കിൽ ഐ ട്രാവൽഡ് ഡാഷ് ബസ്. ബസ്സിന് ഡോറുണ്ട്, അപ്പോൾ നമ്മൾ ബൈ ചേർത്ത് പറയുക. ബൈ ഉണ്ട്, ത്രൂ ഉണ്ട്, എക്രോസ് ഉണ്ട്, ഓൺ ഉണ്ട്. ഏതാ? ബൈ ചേർത്തിട്ട് പറയുന്നു. ബൈ ബസ്. നോക്കിയേ. അടുത്ത ഐ വോക്ക് അപ്പ് ട്വൈസ് ഡാഷ് ദ നൈറ്റ്. ഏത് പറയണം കൂട്ടലെ? അവിടെ ഇൻ ദി നൈറ്റ് ആണ്. നമ്മൾ ഓർമ്മയിലിരിക്കുക. ടൈം, എക്സാക്റ്റ് ടൈമുകൾക്ക് മുന്നിൽ അറ്റാണ് ചേർക്കുന്നത്. നൈറ്റ്, അതേപോലെ മിഡ് നൈറ്റ്, ഇവയ്ക്ക് മുന്നിലേക്ക് നമ്മൾ എന്ത് ചേർത്ത് പറയണം? അറ്റാണ് ചേർക്കുന്നത്. ദ നൈറ്റ് എന്നോ ദ മിഡ് നൈറ്റ് എന്നോ ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് പറയണം? എന്ത് ഇന്ന് ചേർത്തിട്ട് പറയണം. എന്ത് ചേർത്ത് പറയണം? ഇന്ന് ചേർത്തിട്ട് പറയണം. ലോങ് ഡ്യൂറേഷൻ പീരീഡ് ആയിട്ട് മാറുന്നു. അവിടെ ഇന്ന് ചേർത്തിട്ട് പറയണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൈറ്റിന് മുന്നിൽ ദ വന്നുകൊണ്ട് ഇന്ന് ചേർത്ത് പറയണം. അടുത്ത ചോദ്യം നോക്കിയേ. നിങ്ങളുടെ 4ാമത്തെ ചോദ്യമാണ് ഇതായിരുന്നു. ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫ്രം അല്ലെങ്കിൽ ഫോം ആണ്. ഇൻഡയറക്റ്റ് സ്പീച്ച് എഴുതാനാണ് തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള ഇൻഡയറക്റ്റ് സ്പീച്ച് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹീ സെഡ് ഐ ക്യാൻ ഫിനിഷ് ദ വർക്ക് ബൈ ടുമോറോ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ സെന്റൻസിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് പറയാൻ പറഞ്ഞാൽ ക്യാൻ എന്തായിട്ട് മാറും? കുഡായിട്ട് മാറും. ഇനി ടുമോറോ എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ എന്നാക്കും. ദ നെക്സ്റ്റ് ഡേ. അപ്പം ഇത്രയും വാക്കുകൾ മാറിയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ദ നെക്സ്റ്റ് ഡേ. ഇവിടെ നോക്കിയേ. ക്യാനായിട്ട് തന്നെ കിടക്കുന്നു, വരില്ല. ഇവിടെ കുഡ് വന്നിട്ടുണ്ട്, വരാം. ഇവിടെ ടുമോറോ മാറ്റമില്ല, അതുകൊണ്ട് അതും വരില്ല. ഇവിടെ ക്യാൻ കുഡായിട്ട് മാറി, ടുമോറോ ദ നെക്സ്റ്റ് ഡേ ആയി, വരാം. ഇവിടെ ആണെങ്കിൽ ക്യാൻ അതുപോലെ കിടക്കുന്നു, ഉത്തരം വരില്ല. പെട്ടെന്ന് ഉത്തരം കിട്ടി. ഏത് ഉത്തരമാ? ദ സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഏത്? സി ഓപ്ഷൻ. ഹി സെഡ് ദാറ്റ് ഹി കുഡ് ഫിനിഷ് ദ വർക്ക് ബൈ ദ നെക്സ്റ്റ് ഡേ. കേട്ടോ, പറഞ്ഞ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമ്മളത് ഒരു റൂൾ വെച്ചിട്ടാണ് പഠിച്ചത്. ഒരു 4 പോയിന്റ് വെച്ചിട്ടാണ് റിപ്പോർട്ട് സ്പീച്ച് മൊത്തവും പഠിച്ചത്. അപ്പം ആ 4 പോയിന്റ് പാലിച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. വളരെ എളുപ്പം. ക്യാൻ്റെ പാസ്റ്റ് കുഡാണ്. കുഡ് വരുന്ന 2 ഓപ്ഷൻ. ടുമോറോയുടെ പാസ്റ്റ്, ടുമോറോ വരുന്ന സെൻസ് ദ നെക്സ്റ്റ് ഡേ ആക്കണം. ടുമോറോ ദ നെക്സ്റ്റ് ഡേ ആയിട്ട് സി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ റിപ്പോർട്ടിംഗ് റൂൾ ഒന്ന് പഠിച്ചേ. ഇതാണ് ആ റിപ്പോർട്ടിംഗ് റൂൾ. ഒന്ന് പഠിച്ചേ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബ് ഉണ്ടാന്ന് നോക്കുക. ഓക്സിലറി വെർബ് പ്രസന്റ് ഓക്സിലറി ആണെന്ന് നോക്കുക. ഓക്സിലറി എന്താണെന്ന് നോക്കുക?
പ്രസന്റ് ഓക്സിലറി ആണ് നോക്കുക എങ്കിൽ ഓക്സിലറിയെ പാസ്റ്റ് ആക്കുക. ഓക്സിലറി എന്തായി കൊടുക്കുക? പാസ്റ്റ് ആക്കുക. ഈസ് ആമിന്റെ പാസ്റ്റ് ആണ് എന്ന് പറയുന്നത് വാസ്. നിങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കി, ഈസ് ആമിന്റെ പാസ്റ്റ് ഏതാ? വാസ്. ആറിന്റെ പാസ്റ്റ് ആണ് വേർ. ആറിന്റെ പാസ്റ്റ് ഏതാ? വേർ. ഹാസ് ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ്. ഹാസ് ഹാവിന്റെ പാസ്റ്റ് ഹാഡ് ആണ്. ഹാഡിന്റെ പാസ്റ്റ് എന്ത് തന്നെയാണ്? ഹാഡ് തന്നെയാണ്. ഹാഡിന്റെ പാസ്റ്റ് ഹാഡ് തന്നെയാണ്. വില്ലാണെങ്കിൽ ഉഡ്, ഷാളാണെങ്കിൽ ഷുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ്, മേ ആണെങ്കിൽ മൈറ്റ്, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു. ഇത്രയും അതിനകത്ത് പോകും. അപ്പൊ ഈസാമിന്റെ പാസ്റ്റ് വാസാണ്, ആറിന്റെ പാസ്റ്റ് വേറാണ്, ഹാസ് ഹാവിന്റെ പാസ്റ്റ് ഹാഡാണ്, ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ, വില്ലാണെങ്കിൽ ഉഡാണ്, ഷാളാണെങ്കിൽ ഷുഡാണ്, ക്യാൻ ആണെങ്കിൽ കുഡാണ്, മേ ആണെങ്കിൽ മൈറ്റ്, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു. രണ്ടാമത്തത് വാസ് അല്ലെങ്കിൽ വേറെ വന്നു കഴിഞ്ഞാൽ അതിന് എന്തായി കൊടുക്കുക? ഹാഡ് ബീൻ. അപ്പോഴേക്കും റിപ്പോർട്ടാവും. ഹി വാസ് ഗോയിങ് ടു സ്കൂൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി ഹാഡ് ബീൻ ഗോയിങ് ടു സ്കൂൾ. ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈസിന്റെ പാസ്റ്റ് ഏതാ? വാസ്. ഹി വാസ് ഗോയിങ് ടു സ്കൂൾ എന്നായിട്ട് മാറ്റിയാൽ മതി. ഇനി V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഇതിനെല്ലാം ഒഴിവാക്കുക. വെർബിന് എന്തായി കൊടുത്താൽ മതി? V2. V1 ഇല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ എന്തായി കൊടുക്കുക? V2 ആക്കുക. അടുത്തത് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ എന്താക്കുക? ഹാഡ് പ്ലസ് V3. ഇപ്പം ഹി ഗോസ് ടു സ്കൂൾ, ഗോസ് എസ്സിൽ അവസാനിച്ചു. അപ്പോൾ ഗോസിന്റെ V2 ഏതാ? വെന്റ്. അപ്പൊ ഹി വെന്റ് ടു സ്കൂൾ. ഇനി ഹി സ്റ്റാർട്ടഡ് എ ജോബ്, സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് V2 ആണ്. അപ്പൊ അതിന്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് സ്റ്റാർട്ടഡ് ആക്കുക. ഹാഡ് സ്റ്റാർട്ടഡ് എ ജോബ്. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നോക്കിയാലോ? ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്. ദ ബോയ് സെഡ് ഐ ലൈക്ക് സ്വീറ്റ്സ്. ദ ബോയ് സെഡ് ഐ ലൈക്ക് സ്വീറ്റ്സ്. അപ്പൊ നോക്കിയേ, ഇവിടെ ലൈക്ക് ആണ്. ലൈക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി കൊടുക്കുക? ലൈക്ക് V1 ആണ്. V2 ആക്കുമ്പോഴത്തേക്കും ലൈക്ഡ് ആയിട്ട് മാറുന്നു. അപ്പൊ ലൈക്ഡ് വരുന്ന ഓപ്ഷൻ ഏതാ? ദാ ഹി ലൈക്ഡ് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെയും ഹി ലൈക്ഡ് കിടപ്പുണ്ട്. ഇവിടെയാണെങ്കിലോ ഇവിടെ ഹാഡ് ലൈക്ഡ് ആണ്, വരില്ല. ഇവിടെ ഹാസ് ലൈക്ഡ് ആണ്, വരില്ല. അപ്പൊ എ അല്ലെങ്കിൽ ബി വരാം. ഇനി അതിലേതാണെന്ന് എങ്ങനെ നോക്കാം? ഇവിടെ സെഡ് ആണ് കിടക്കുന്നത്, ഇവിടെ സെയ്സ് ആണ്, അത് വരില്ല. അതുകൊണ്ട് ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാ? ദ ബോയ് സെഡ് ദാറ്റ് ഹി ലൈക്ഡ് സ്വീറ്റ്സ്. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കിട്ടും. അടുത്ത ചോദ്യം നോക്കിയേ. ഹി സെഡ് ഐ ആം ഗോയിങ് ഔട്ട്. ഹി സെഡ് ഐ ആം ഗോയിങ് ഔട്ട്. നിങ്ങൾ എന്നെ പറഞ്ഞു നോക്കിയേ. ആം വരുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ? ആം പ്രസന്റ് ആണ്. ആമിന്റെ പാസ്റ്റ് വാസ്. വാസ് വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ഏതാ ഓപ്ഷൻ? ഒന്നാമത്തിൽ ആം തന്നെ കിടക്കുന്നു, വരില്ല. രണ്ടാമത്തേൽ വാസ് വരുന്നു. ഇവിടെ ഈസ് ആണ്, വരില്ല. നണ്ണ്. ഏതാ ഉത്തരം? ബി ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത്? ബി ഓപ്ഷൻ. ഹി സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ഔട്ട്. വേറെ ഒരു മാറ്റവും ഇല്ല. അടുത്ത ചോദ്യം നോക്കി. എല്ലാം ബി വയ്ക്കുക. കണ്ണൻ സെഡ് ഐ റോട്ട് എ ലെറ്റർ. കണ്ണൻ സെഡ് ഐ റോട്ട് എ ലെറ്റർ. നമുക്ക് ഓപ്ഷൻ 4 ഓപ്ഷൻ കൊണ്ട് വായിച്ചിട്ട് ഉത്തരം ഒന്ന് എഴുതി നോക്കിയേ. ഇവിടെ റോട്ട് എന്ന് പറയുന്നത് V2 ആണ്. V2 എന്ന് കഴിഞ്ഞാൽ എന്താക്കാൻ പറഞ്ഞു? ഹാഡ് പ്ലസ് V3 ആക്കുക. ഹാഡ് റിട്ടേൺ ആക്കി കൊടുത്താൽ മതി. ഹാഡ് റിട്ടേൺ വരുന്ന ഓപ്ഷൻ ഏതാ? ഒന്നാമത്തേൽ നോക്കിയേ, ഹാഡ് റിട്ടേൺ ഉത്തരം വരാം. ഇവിടെ വാസ് റിട്ടേൺ വരില്ല. ഹാഡ് ബീൻ റിട്ടേൺ വരില്ല. ഏതാ ഉത്തരം? എ ഓപ്ഷൻ. കണ്ണൻ സെഡ് ദാറ്റ് ഹി ഹാഡ് റിട്ടേൺ എ ലെറ്റർ. കണ്ണൻ സെഡ് ദാറ്റ് ഹി ഹാഡ് റിട്ടേൺ എ ലെറ്റർ. വളരെ എളുപ്പത്തിൽ കിട്ടിയില്ലേ കുട്ടികളെ? നോക്കിയ ചോദ്യം. ഹരി സെഡ് ഐ ഹാവ് ബോട്ട് എ പെൻ. ഐ ഹാവ് ബോട്ട് എ പെൻ. നോക്ക്, ഓപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ട്. വായിച്ചിട്ട് ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇവിടെ ഹാവ് വരുന്ന സെൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താക്കാൻ പറഞ്ഞു? ഹാഡ് ആക്കാൻ പറഞ്ഞു. അപ്പൊ നോക്ക്, ഹാഡ് വരുന്ന ഓപ്ഷൻ ഏതാ? ദാ ഇവിടെ ഹാഡ് വന്നിട്ടുണ്ട്, ഉത്തരം വരാം. ഇവിടെ ഹാഡ് വന്നിട്ടില്ല, ഇവിടെയും ഹാഡ് വന്നിട്ടില്ല. ഉത്തരം ഏതാ? എ ഓപ്ഷൻ. ഹരി സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട് എ പെൻ. ഹരി സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട് എ പെൻ. അവിടെ ഉത്തരമായിട്ട് വരും. അഞ്ചാമത്തെ നിങ്ങളെ ചോദ്യം ഇതാണ്. അസ്റ്റ്യൂട്ട് എന്നതിന്റെ സിനോണിം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതിന്റെ സമാന പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാ? ഫൂളിഷ് ഉണ്ട്, സ്ട്രൂഡ് ഉണ്ട്, ഓണസ്റ്റ് ഉണ്ട്, നൈവ് ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഈ അസ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? കൂർമ്മ ബുദ്ധിയുള്ളത്, വളരെ ബുദ്ധിയുള്ളത്, കൗശലമുള്ളത് എന്നർത്ഥത്തിൽ. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ശ്രീവാർഡാണ്. ശ്രീവാർഡ് മീൻസ് ബുദ്ധിയുള്ളത്, കൂർമ്മ ബുദ്ധിയുള്ളത്. മറ്റേത് മണ്ടൻ, ഓണസ്റ്റ്, സത്യസന്ധൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. നമുക്ക് കുറച്ച് സിനോണിംസ് നോക്കാം. ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. കുറച്ച് സിനോണിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഒബ്സ്ക്യൂർ മീൻസ് എന്തോ? ഒബ്സ്ക്യൂർ മീൻസ് അൺക്ലിയർ, വ്യക്തതയില്ലാത്തത്. ഹിഡൻ, മറച്ചു പിടിച്ചത്. അൺനോൺ,
അല്ലെങ്കിൽ അറിയാത്തത്. ഇപ്പോൾ ഒബ്സ്ക്യൂറിൻ്റെ മീനിങ് എന്താ? വ്യക്തതയില്ലാത്ത. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ്. അൺക്ലിയർ എന്ന് പറയാം, ഹിഡൻ എന്ന് പറയാം, അൺനോൺ എന്ന് പറയാം. സെറൈൻ മീൻസ് എന്തുവാ? കാം അല്ലെങ്കിൽ പീസ്ഫുൾ. എന്നൂടെ വളരെ സമാധാനപരമായിട്ടുള്ളത്. സെറൈൻ മീൻസ് കാം അല്ലെങ്കിൽ പീസ്ഫുൾ എന്നാണ്, വളരെ സമാധാനപരമായിട്ടുള്ളത്. ഇത് പഥറ്റിക് ചോദിച്ച ക്ലോസിനാണ്. പഥറ്റിക് മീൻസ് വളരെ എന്നൂടെ ദുഃഖകരമായിട്ടുള്ളത്, വളരെ ദയ അർഹിക്കുന്നത്. പിറ്റിഫുൾ എന്നാണ്. പഥറ്റിക് മീൻസ് പാവം, കഷ്ടമായി പോയെന്ന് പറയില്ലേ, പിറ്റിഫുൾ എന്നാണ്. അടുത്ത കൺസീൽ മീൻസ് ഹൈഡ് ചെയ്യുക. കൺസീൽ മീൻസ് ഹൈഡ് ചെയ്ത് വയ്ക്കുക, മറച്ചു പിടിക്കുക. കൺസീൽ മീൻസ് ഹൈഡ്. അടുത്ത ഫീബിൾ ചോദിച്ച ക്വസ്റ്റ്യനാ. ഫീബിൾ മീൻസ് വീക്ക്, വളരെ ദുർബലമായിട്ടുള്ള. ഫീബിൾ മീൻസ് വീക്ക് എന്നാണ്. എന്നാൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ മീൻസ് കിട്ടുക, ഒപ്റ്റെയിൻ ചെയ്യുക. ഗെയിൻ മീൻസ് ടു ഒപ്റ്റെയിൻ എന്നാണ്. ഗെയിൻ മീൻസ് ടു ഒപ്റ്റെയിൻ. പ്ലസന്റ് മീൻസ് എന്താ? പ്ലസന്റ് സിറ്റുവേഷൻ. പ്ലസന്റ് മീൻസ് ഹാപ്പി അല്ലെങ്കിൽ എൻജോയബിൾ, സന്തോഷപരമല്ല. ഹാപ്പി എന്നും പറയാം കേട്ടോ. എൻജോയബിൾ അല്ലെങ്കിൽ ഹാപ്പി എന്നാണ്. അമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അമിയബിൾ മീൻസ് ലവബിൾ. അമിയബിൾ മീൻസ് ലവബിൾ, സ്നേഹപരമായിട്ടുള്ള, സൗഹൃദപരമായിട്ടുള്ള. ഫ്രണ്ട്ലി എന്നാണ്. അമിയബിൾ മീൻസ് ഫ്രണ്ട്ലി, സ്നേഹപരമായിട്ടുള്ള, സൗഹൃദം. അമിയബിൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി പേഴ്സൺ എന്നാണ്. അമിയബിൾ ഫ്രണ്ട്ലി എന്നാണ് കേട്ടോ. അമിയബിൾ ഫ്രണ്ട്ലി എന്നാണ്. അതുപോലെ അബ്സ്റ്റെയിൻ മീൻസ് റിഫ്രൈൻ, വിട്ടുകൊടുക്കുക, അപ്പോൾ കടന്നു പോവുക. അബ്സ്റ്റെയിൻ മീൻസ് റിഫ്രൈൻ, തടസ്സം പിടിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ പറയും. അബ്സ്റ്റെയിൻ മീൻസ് ടു റിഫ്രൈൻ, തടസ്സം പിടിക്കുക എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞ്, ഒബ്സ്ക്യൂർ, അൺക്ലിയർ അല്ലെങ്കിൽ ഹിഡൻ, അൺനോണ്. സെറൈൻ മീൻസ് കാം അല്ലെങ്കിൽ പീസ്ഫുള്ള്. പഥറ്റിക് മീൻസ് പിറ്റിഫുള്ള്. കൺസീൽ മീൻസ് ഹൈഡ്. ഫീബിൾ മീൻസ് വീക്ക്. ഗൈൻ മീൻസ് ഒപ്റ്റെയിൻ. അതുപോലെ പ്ലസന്റ് മീൻസ് എൻജോയബിള്. അമിയബിൾ മീൻസ് ലവബിള്. അബ്സ്റ്റെയിൻ മീൻസ് റിഫ്രൈൻ. ഓർമ്മയിലിരിക്കുക. സിനോണിംസ് എല്ലാം ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. പ്രീവിയസ് ആണെങ്കിലും ഏത് വാക്കും എവിടെ നിന്ന് കിട്ടിയാലും വായിക്കുക. അത് ഇന്നതൊന്നുമില്ല. വാക്കുകൾ, പദസമ്പത്ത് എവിടെ നിന്ന് വേണോ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.